നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്ന് നെറ്റി കയറി പോകുന്നതിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ നോക്കാം. ഞാൻ ആൾറെഡി യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴും അതുപോലെ ചില രോഗങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴും ഒക്കെ, അതുപോലെ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് ഈ പ്രോബ്ലം വരാറുണ്ട്. നമ്മുടെ നെറ്റി ഇങ്ങനെ ഫ്രണ്ടിലുള്ള മുടിയെല്ലാം കൊഴിഞ്ഞു പോയി നെറ്റി കയറി പോകാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഒരേ ഹെയർ സ്റ്റൈൽ എടുത്ത് ഇങ്ങനെ ഉച്ചയൊക്കെ എടുത്ത് അങ്ങനെ ഒരേ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നവർക്ക് അവിടെയുള്ള മുടി അങ്ങനെ കയറി പോകുന്ന പ്രശ്നമുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറും ഈസിയാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഞാനത് ഞാനൊരു 6-7 മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ കിളിർത്ത് വരാൻ നമ്മെ സഹായിക്കും. അതുപോലെ കണ്ടു ഇവിടെയൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിങ്ങനെ 2 പപ്പടം കുത്തിയെടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇതേപോലെ ബാദാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഇരുട്ടാണ്, കാരണം പവർ കട്ടാണ്, കറണ്ടില്ല. അപ്പോൾ ഇതേപോലെ ബാദാം നമുക്ക് എടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന മനുഷ്യന് കഴിക്കാൻ ബാദാം ഇല്ല, പിന്നെയാണ് ഈ ഭണ്ഡാരം അടങ്ങാൻ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്യാസിൻ്റെ ഈ അടുപ്പിൽ വെച്ച് ഒന്ന് കത്തിച്ച് കരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ബാദാമിൽ നമ്മൾ ഈ പപ്പടം കുത്തിയോ, നിങ്ങളുടെ കയ്യിൽ പപ്പടം കുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കുന്ത്രണ്ട് എടുത്തിങ്ങനെ കുത്തി വയ്ക്കുക. കുത്തി വെച്ചിട്ട് നമുക്കിനി തീയിൽ ഇതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തീയിൽ കാണിച്ച് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ 2 എണ്ണം കൂടെ ചേർത്ത് ഞാൻ ചെയ്യാണ്. നമുക്കിങ്ങനെ വച്ചു കൊടുക്കാം. ഇത് അവിടെ ഇരുന്ന് കത്തിക്കൊള്ളും. അവിടെ ഇരുന്ന് കത്തി ഇതൊന്ന് നമുക്കൊന്ന് കരിഞ്ഞ് കിട്ടണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇവിടെ ഇരുന്ന് കത്തട്ടെ, അതൊന്ന് കരിഞ്ഞ് കിട്ടട്ടെ. നമുക്കിതിനെ നല്ല കരിച്ച് ഇതെല്ലാം കരിഞ്ഞ് തീ അണയുമ്പോൾ നമുക്കതിൻ്റെ പാകമായെന്നർത്ഥം. അതിനുശേഷം നമുക്കിതിനെ പൊടിച്ചെടുത്ത് ചെയ്യാം. ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 എണ്ണം കൂടെ ഇങ്ങനെ കരിച്ചെടുക്കുകയാണ്, കാരണം ഡെയിലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തിട്ട് വരാം. ഹലോ ഗൈസ്, കണ്ടോ, ഞാൻ എല്ലാം ഇങ്ങനെ കരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്പൂൺ വെച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ്, കാരണം നന്നായിട്ട് കരിച്ച് വെച്ചിരിക്കുന്നത് ഈസി ആയിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാനിങ്ങനെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു എന്തെങ്കിലും ഒന്നിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആൾറെഡി ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ, നല്ല കാലിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെ വെച്ച് കുഴയ്ക്കുകയാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എനിക്ക് പ്രോഡക്റ്റ്സ് വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാരണം ഞാൻ ഇതിലേക്ക് തന്നെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ, ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ധാരാളം. ഞാനൊരു 5 ബാദാം എടുത്താണ് പൊടിച്ച് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുത്ത് ചെയ്ത് വയ്ക്കാം. പിന്നെ എനിക്കിത് കുറച്ച് ദിവസമാണ്, കാരണം ഞാൻ കുറച്ച് മടിച്ചായത് കാരണം ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ചെയ്യുള്ളൂ. ഡെയിലി ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഞാൻ തല വാഷ് ചെയ്യുന്നത് 2 ദിവസം, എനിക്ക് നല്ല ഓയിലി സ്കാൽപ്പാണ്. അത് കാരണം 2 ദിവസമാണ് ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ എന്നാണ് ഓയിൽ ചെയ്യുന്നത്. ആ ഓയിൽ ചെയ്യുന്ന ദിവസം മാത്രമാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കുക. കാരണം ബാദാം നമ്മൾ വെറുതെ എടുത്ത് അതിൻ്റെ കരി ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടും. നല്ല ചെറിയ ബേബി ഹെയർസ് എല്ലാം അവിടെ നമുക്ക് ആ നെറ്റി കയറുന്ന സ്ഥലത്ത് കുരുത്ത് വരും. അപ്പോൾ ഇതിനായിട്ട് അടുത്ത് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. ഇത് നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ചെറിയ ഹെയർസ് വരാനും വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ബാദാമും കാസ്റ്റർ ഓയിലാണ്. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്യുന്ന അളവിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആൾറെഡി ഒഴിച്ചു കൊടുത്തു, അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അത് കാരണം ആൾറെഡി ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് എത്ര പൊടിയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അത് മിക്സ് ചെയ്യുന്ന അളവിന് എടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൂടിപ്പോയാൽ അതിന് നല്ല വെള്ളം പോലെ ആവും. പിന്നെ അടുത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആഡ് ചെയ്യാം. ഇത് രണ്ടും മുടി വളർച്ചയും ചെറിയ ഹെയർസ് വരാനും വളരെ സഹായിക്കുന്നതാണ് ഇത് രണ്ടും. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒലീവ് ഓയിൽ ഒരു 6-7 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒരു കറണ്ടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഞാനിത് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ വീക്കിലി ട്വൈസ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ ഭയങ്കര മടിച്ചിയാണ്.
എനിക്ക് കുറച്ച് കുറവ് പോലെ ഇരിക്കുകയാണ്, കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ ലൂസാക്കാം. ഇതിൽ 3/4 ഭാഗം കാസ്റ്റർ ഓയിലും ബാദാമുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒലിവ് ഓയിലും വിറ്റാമിൻ ഇ ക്യാപ്സൂൾസൊക്കെ 1% ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലും കാസ്റ്റർ ഓയിലും ആൽമണ്ടും ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ മസ്കാരയുടെ ബ്രഷ്. ഞാനിത് മസ്കാര വാങ്ങി, പക്ഷെ ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ മസ്കാര ഉപയോഗിക്കുന്ന ആളല്ല. എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. എന്നിട്ട് ഉപയോഗിച്ചില്ല. എനിക്ക് ഇതിനിപ്പോൾ യൂസ്ഫുള്ളായി. കാരണം ഇത് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ്. ഇതിനെ തൊട്ടിങ്ങനെ എടുക്കുക. ഞാനിങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് നമുക്ക് എവിടെയാണോ നെറ്റി വേണ്ടത്, നമ്മുടെ നെറ്റി എവിടെയാണോ കയറിപ്പോയത് അവിടേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ ഇതെടുത്ത് ഈ ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് ഈ പിരിയത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഉദാഹരണം പേർക്ക് ഈ പിരിയും നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ഈ ഇത് കയറിപ്പോകുന്നത് പോലെ തന്നെ നമ്മുടെ പിരിയത്തിലുള്ള മുടിയും തൊഴിയും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇതെടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, അതുപോലെ ഈ കൺപീലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൺപീലുകളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ. കാരണം ഇതിൽ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റും കിട്ടും. അതുപോലെ ഇത് അപ്ലൈ ചെയ്ത് അരമണിക്കൂറെങ്കിലും വച്ചിരിക്കണം. ഞാൻ വീക്കിലി 2 ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കുറച്ച് ലേറ്റായി തന്നെ കിട്ടി. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ കുറച്ച് മടിച്ചായത് കാരണം ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ അന്ന് മാത്രമാണ് ഇടുന്നത്. നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ചെറിയ മുടികൾക്ക് കിളിർത്ത് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിളിർത്ത് വരികയും ചെയ്യും. ആ നെറ്റി കയറുന്നതിന് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ പിരിയത്ത് നല്ല മുടി വളരാൻ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബഡ്സ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വേണ്ടി നിങ്ങൾ ഓടിപ്പോയി ഇനി ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു ബഡ്സ് എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബാക്കിയുള്ള നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നിടത്തെല്ലാം മുടി ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം എവിടെ വേണോ അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.